2024 കയറുമ്പോൾ എനിക്കറിയില്ലേനു അതിൻ്റെ ഇടയിൽ 2 കൊല്ലം കഴിയാണ്ട് നാട്ടിൽ പോയി നടക്കുമോ എന്നുള്ളത്. പക്ഷേ ഈ നിമിഷം ഞാൻ നാട്ടിൽ പോവാണ്. കുറഞ്ഞ ഒരു ദിവസത്തേത് ആ ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം, അങ്ങനെ വിചാരിച്ച് പോയതാണ്. ഞങ്ങൾ എയർപോർട്ടിൽ കയറി ബോർഡിംഗ് പാസ്സൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ ബാലൻസ് ഉണ്ടായിരുന്നു. നേരെ പോണത് ഗാർഡൻസിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ കാഴ്ചകൾ, അതായത് നമ്മൾ ഖത്തറിൽ വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടില്ല. ഞാൻ കയറിയതും അവിടെ എത്താനുള്ള ആവേശം കൊണ്ട് എത്തിപ്പെട്ടത് പിന്നെ പുറം ലോകം കാണാൻ കഴിഞ്ഞില്ല. അതായത് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനത്തെ ഒരു കാഴ്ച വലിയ വലിയ മരങ്ങളോ അങ്ങനെയൊന്നും കാണാൻ വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ഇങ്ങനത്തെ പ്രതിമകളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ ഖത്തറിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഏകദേശം 2 മണിക്കൂർ സന്തോഷം, അത് മനസ്സിന് സന്തോഷം കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ റിലാക്സ് ആയിട്ട് നാട്ടിൽ പോകണം, അതാണ് നമ്മളെ മൈൻഡ്. അത് ഇവിടെ കാണിക്കാനുണ്ട്. പിന്നെ അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റി അറിയുന്നത് ഏറ്റവും ഹൈറ്റിൽ, അതായത് ഒരു മരത്തിൻ്റെ ഹൈറ്റിൽ ചെറിയൊരു ബ്രിഡ്ജ്, അതായത് പാലം പോലെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ നടന്ന് പോവാം. മുകളിലെ കാഴ്ചകളൊക്കെ കാണാം, നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേക ഒരു രസം തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം പറയുന്നത്, ഞാൻ അവിടെ ഒരാളില്ലേനും, പക്ഷെ ഒരു മലയാളി മലപ്പുറക്കാരനാണ്. ഓനെ കണ്ടുമുട്ടി, ഓനുമായിട്ട് സംസാരിച്ച് അവൾ പോണവരെ തിരിച്ച് നാട്ടിലെത്തുന്നവരെ അവനെ കമ്പനി ചെയ്യുന്നു. അങ്ങനത്തെ ഒരാളെ എനിക്ക് കിട്ടിയത്. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ കിട്ടും എവിടെ ആയാലും. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ നമ്മുടെ സമയമായി. ഇനി നമ്മൾ പോകാൻ ഒരുക്കത്തിലാണ്. അങ്ങനെ നേരെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിലിരുന്ന് എല്ലാ റൂളും ഒക്കെ ചെയ്ത് നേരെ ഫ്ലൈറ്റ് എടുക്കുകയാണ്. ഫ്ലൈറ്റ് പോകണം. പൊന്തൽ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. ഇനി ഇറങ്ങണവരെ, അതായത് ആകാശക്കാഴ്ച വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും താഴത്തെത്തുന്നവരെ ഒരു സന്തോഷമാണ്. ഏകദേശം 4 മണിക്കൂർ വരെ നമ്മൾ അങ്ങ് കുത്തിരിപ്പാണ്. പിന്നെ ഒരു പ്രത്യേക രസം പറയുന്നത്, നമ്മളെ നാട് കാണുമ്പോൾ ആ കടൽ, ആ പച്ച, അതൊക്കെ പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ്. ഓർത്തെടുക്കാൻ പറ്റിയൊരു ഫീലിംഗ്. അങ്ങനെ കുറേ കാലങ്ങളൊന്നുമില്ല, ഒരു 1.5 കൊല്ലത്തിന് ശേഷം നാട് കാണുക. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായി. അപ്പോൾ ഇതോടെ നമ്മളെ ഈ വീഡിയോസ് തീരുമെന്ന് വിചാരിക്കേണ്ട, അടുത്ത നമ്മളെ വീഡിയോ വരും. അപ്പോൾ അതുവരെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്കാണ്. Okay.